നമസ്കാരം എല്ലാവർക്കും. നേരത്തെ പറഞ്ഞതുപോലെ കച്ചവടം, ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന, മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു സംഗതിയാണ് റീറ്റെയിൽ രംഗം. അപ്പോൾ റീറ്റെയിൽ കച്ചവടത്തെക്കുറിച്ച് നമ്മൾ കുറേ അധികം കാലമായി കേൾക്കുന്ന പലതരത്തിലുള്ള ആശങ്കകളുണ്ട്, ആധികളുണ്ട്, പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുണ്ട്. അപ്പം സാധ്യതകളുടെ വലിയ ലോകവുമുണ്ട്. റീറ്റെയിലിനെ കുറിച്ചുള്ള എപ്പോഴത്തെയും വലിയ ചോദ്യങ്ങളൊന്ന്, മൾട്ടിനാഷണൽ ബ്രാൻഡുകൾ, വൻകിട കോർപ്പറേറ്റുകൾ വന്ന് നഗരം കീഴടക്കുമ്പോൾ ചെറിയ കച്ചവടക്കാരുടെ സാധ്യതകൾ അവസാനിക്കുന്നു, അല്ലെങ്കിൽ ലോക്കൽ പ്ലെയേഴ്സായിട്ടുള്ള നമ്മുടെ നാട്ടുപുറത്തെ കച്ചവടക്കാരായ ആളുകൾ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഉരുവം കൊണ്ടിട്ടുള്ള കമ്പനികൾ തീർന്നു പോകും, അല്ലെങ്കിൽ ഷോപ്പുകൾ അവസാനിക്കാൻ പോകുന്നു, എല്ലാം വൻകിട കോർപ്പറേറ്റുകൾ കൊണ്ടുപോവുകയാണ് അല്ലെങ്കിൽ കൊണ്ടുപോകും എന്നൊരു ആശങ്കയിലൂടെയാണ് സത്യത്തിൽ നമ്മൾ ഈ റീറ്റെയിലിനെ കുറിച്ചുള്ള ചർച്ച തുടങ്ങുകയോ കൊണ്ടുപോവുകയോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതുതായി ഒന്ന് പറയാനുള്ളത്, ഒരുപക്ഷെ ഓൺലൈൻ ഷോപ്പിംഗ് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ ഫിസിക്കൽ സ്റ്റോറുകളുടെ സാധ്യത അവസാനിക്കുകയാണോ? പുതിയ ഇത്തരം സ്ഥാപനങ്ങൾ, കച്ചവട കേന്ദ്രങ്ങൾ എന്നിവ കുഴപ്പത്തിലേക്ക് പോവുകയാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനുണ്ട്. പക്ഷെ അത്തരം എല്ലാ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആശങ്ക നടന്ന ക്വസ്റ്റ്യൻസിനെയും അതിജീവിച്ച മനുഷ്യന്മാരുടെ വലിയ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സത്യത്തിൽ റീറ്റെയിൽ മേഖല നേരിടുന്ന ക്രൈസിസ് ആൻഡ് വെല്ലുവിളികൾ, ചാലഞ്ചസ് എന്താണ്? അതിനെ മറികടക്കാൻ വിജയിച്ച മനുഷ്യർ സ്വീകരിക്കുന്ന പാത എന്താണ്? നമ്മളിപ്പോൾ എടുക്കേണ്ട തരത്തിലുള്ള ചേഞ്ചസ് എന്താണ്? നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള അഡാപ്റ്റേഷൻ സ്കിൽസ് ആവശ്യമുണ്ട് പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയുള്ള ഒരു 40 മിനിറ്റ് സമയം. സ്വാഗതം എല്ലാവർക്കും. എൻ്റെ കൂടെയുള്ള പാനലിസ്റ്റുകളിനെ ഓൾറെഡി ആങ്കർ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. സി പീറ്റർ പോൾ പട്ടാപ്പള്ളിൽ, സി മെഹബൂബ്, ഒപ്പം ശ്രീരാജ് എന്നിവരാണ് എൻ്റെ കൂടെ ഉള്ളത്. ആദ്യം സി പീറ്റർ പോൾ, ഈ എല്ലാവരുടെയും ഞാൻ നേരത്തെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഒന്ന്, വലിയ പ്ലെയേഴ്സ് വരുന്നു, റിലയൻസിനെ പോലെയുള്ള വമ്പൻ അല്ലെങ്കിൽ പ്ലെയേഴ്സ് കടന്നു വരുന്ന ഒരു സമയത്തും നിങ്ങളെപ്പോലെയുള്ള ലോക്കൽ പ്ലെയേഴ്സ് ഇപ്പോഴും അതിജയിച്ച് നിൽക്കുന്ന ഒന്ന്. രണ്ടാമത്തെ കാര്യം, എല്ലാം ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് മാറുന്ന കാലത്ത് ഈ റീറ്റെയിൽ ഫിസിക്കൽ സ്റ്റോറുകളുടെ സാധ്യത അവസാനിക്കുന്നു എന്ന് പറയുന്ന ആദ്യം മുഴങ്ങുന്ന കാലത്തും നിങ്ങൾ നിങ്ങളുടെ എക്സ്പാൻഷനുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വെല്ലുവിളികൾ എന്ന് പറയുന്ന സംഗതി ശരിക്കും ഉള്ളതാണോ, അതോ നിങ്ങൾ അതിനെ വളരെ സ്ട്രാറ്റജിക്കലി മറികടക്കുകയാണോ? എന്താണ് സംഭവിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. ചോദ്യം പ്രസക്തമാണ്. വെല്ലുവിളികൾ എന്നുമുണ്ട്, ഇപ്പം മാത്രമല്ല. ഇപ്പം അത് കൂടുതൽ പേര് ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു പക്ഷേ ശരിക്കും. ഞാൻ 1990 ഇലക്ട്രോണിക് ബിസിനസ് തുടങ്ങുന്നത്. അറാംകോ ജോലി രാജിവെച്ച് വന്നിട്ട് തുടങ്ങിയതാണ്. അന്ന് പെരുമ്പാവൂരിൽ ആരംഭിക്കുമ്പോൾ 11ാമത്തെ സ്റ്റോറായിട്ട് വന്നു. അന്ന് ടി വി ഒക്കെ തുടങ്ങുന്ന കാലമാണ്. ടെലിവിഷൻ എല്ലാവരും ഹരമായി വരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഒക്കെയാണ്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റോപ്സ് എല്ലാവരും എടുത്ത് ചാടി ഇൻഡസ്ട്രിയുടെ ബെനിഫിറ്റ് കണ്ടുകൊണ്ട് എല്ലാവരും ആദ്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്വർണ്ണക്കട കഴിഞ്ഞാൽ ഒരു ടി വി കട എന്നുള്ള രീതിയിലാണ്. ഇത് കഴിഞ്ഞ് എറണാകുളത്ത് വരുമ്പോൾ 50 കട ഉണ്ടെന്ന്. എറണാകുളത്ത് ഞാൻ ഷോപ്പ് എടുക്കുമ്പോൾ 53 കടകൾ അന്ന് ഈ ടി വിയും ഫ്രിഡ്ജും വിൽക്കുന്ന കടകളുണ്ട്. അപ്പോൾ എന്നും വെല്ലുവിളികളുണ്ട്. അതിൽ കുറച്ച് പേരൊക്കെ വെല്ലുവിളികളെ കണ്ട് പേടിച്ച് മാറുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ച്, ടെക്നോളജി വരുന്ന മാറ്റത്തിനനുസരിച്ച്, റീറ്റെയിൽ രംഗത്ത് വരുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കണം ഒരു പക്ഷേ ഞങ്ങൾക്ക് പിടിച്ചേക്കാൻ കഴിഞ്ഞു. ഒരു പക്ഷേ നല്ല ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. കാലഘട്ടത്തിനനുസരിച്ച് വന്ന മാറ്റങ്ങളെ കണ്ട് അതിനനുസരിച്ച് നമ്മൾ സിസ്റ്റം മാറുക. റീറ്റെയിൽ ആസ് എൻ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പണ്ട് മാറിയതിനേക്കാൾ വളരെ ഫാസ്റ്റായിട്ടാണ് ഇപ്പോൾ റീറ്റെയിൽ ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് മുൻകൂട്ടി കണ്ട് പ്ലാൻസും പ്രോഗ്രാംസും മാറിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഞങ്ങളും അധികം താമസിക്കാതെ കേട്ടോ. കസ്റ്റമറുടെ നീഡ് അനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുക. അതാണ് നമ്മുടെ ഒരു പോയിന്റ് നമ്മൾ കയറി വരുന്നതിൻ്റെ കാര്യം. ഞാൻ ചോദിക്കുന്നത്, റീറ്റെയിലുണ്ടാകുന്ന ഈ മാറ്റം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, നമ്മൾ വളരെ ആലോചിച്ചുറപ്പിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പാളിപ്പോകാവുന്ന സംഗതികൾ, അതെന്താണ് ശരിക്കും കാണുന്ന ചേഞ്ചസ്? എന്താണ്? കസ്റ്റമറിൻ്റെ സ്വഭാവം മാറിയത് ഒരു കാര്യമാണ്, പ്രോഡക്റ്റുകളുടെ ഫീച്ചേഴ്സ് മാറിക്കൊണ്ടേയിരിക്കുന്നത് കാര്യമാണ്. എന്താണ് നിങ്ങൾ അനുദിനം നേരിടുന്ന ഈ ചാലഞ്ചസ് എന്താണ്? ഇത് രണ്ടും നടക്കുന്നുണ്ട്. പ്രോഡക്റ്റ് ടെക്നോളജി മാറുന്നതനുസരിച്ച് പ്രോഡക്റ്റിൻ്റെ ഇന്നോവേഷൻസ് ഒത്തിരി മാറിക്കൊണ്ടിരിക്കുക. കസ്റ്റമറുടെ ആസ്പിറേഷൻസ് മാറിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് കസ്റ്റമർക്ക് ഇപ്പോൾ ഓവർസീസിലൊക്കെ എന്താ നടക്കുന്നത്? ഒരു ബ്രാൻഡ് പണ്ട് യൂറോപ്പിലോ അല്ലെങ്കിൽ ജപ്പാനിലോ ചൈനയിലോ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഇന്ത്യയിൽ അതെത്താൻ വർഷങ്ങളെടുക്കുമെന്ന് ധരിച്ചിരുന്നത് ഇന്ന് നെക്സ്റ്റ് ഡേ ഇന്ത്യയിലും അതേ സമയത്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ ഇന്ത്യയിൽ അവൈലബിളാണ്. അപ്പം നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കണം, എന്താ നടക്കുന്നത്, ലോകത്ത് എന്താ നടക്കുന്നത്, ഈ രംഗത്ത് നമ്മൾ ഏത് രംഗത്താണോ നിൽക്കുന്നത് ആ രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് നടക്കുന്നത് മനസ്സിലാക്കി അതിന് തക്കതായ രീതിയിൽ നമ്മൾ റീറ്റെയിൽ സെറ്റപ്പിനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഞങ്ങൾ ചെയ്തത്. ഷോറൂമുകൾക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തുന്നു.
ടെക്നോളജി പ്രോഡക്റ്റ് വന്നാൽ അറ്റ്ലീസ്റ്റ് അത് നമ്മളുടെ ഷോറൂമിൽ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുകയും അത് ആ കമ്പനിക്കാരോട് പറഞ്ഞ് ഞങ്ങൾ പുതിയ പ്രോഡക്റ്റ് 2 എടുക്കാം, ഞങ്ങൾക്ക് അല്ലെങ്കിൽ 10 എടുക്കാം. അപ്പോൾ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ അപ്പം പറ്റും. രണ്ടാമതൊരു പോയിന്റ് ചോദിച്ചത് റീറ്റെയിൽ കസ്റ്റമറിൽ വരുന്ന മാറ്റം. കസ്റ്റമർക്കും ഭയങ്കര ചേഞ്ചസാണ്. ഇന്ന് കസ്റ്റമർക്ക് അവൈലബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ടെക്നോളജിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ കസ്റ്റമർ ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടോ അവരുടെ സമയം വെച്ചിട്ട്. അപ്പോൾ കസ്റ്റമർ അവെയർ ആണെന്നുള്ള തിരിച്ചറിവ് തന്നെ ഒരു വ്യാപാരിക്ക് അത്യാവശ്യമാണ്. കസ്റ്റമർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ നമ്മൾ ഔട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചും അലേർട്ടാവുക, നമ്മളും നമ്മുടെ ടീമിന് അതനുസരിച്ച് അലൈൻ ചെയ്യുക. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ബിസിനസ് റീറ്റെയിൽ രംഗം പിടിച്ചു നിൽക്കുള്ളൂ. പക്ഷേ റീറ്റെയിൽ ആസ് എൻ ഇൻഡസ്ട്രി ഇനിയും ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നു. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ആനുപാതികമായിട്ടോ അതിനേക്കാൾ ഉയരത്തിലോ പോലും ഇതുവരെ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് രാജ്യമാണെങ്കിൽ ഒരു ഡെവലപ്ഡ് രാജ്യമാവാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് ആസ്പിറേഷൻസ് മാറും, ടെക്നോളജിയും ഉൽപ്പന്നങ്ങൾ മാറും, ആളുടെ ജീവിത ശൈലിയിൽ വലിയ മാറ്റങ്ങൾ വരും. അതിനൊക്കെ ഉൽപ്പന്നങ്ങളും ആവശ്യങ്ങളും സർവീസും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രംഗത്തിന് ഇനിയും ഒത്തിരി സ്കോപ്പ് ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ നേരത്തെ ആദ്യം ചോദിച്ച ചോദ്യം, റിലയൻസ് വരെയുള്ള ഭീമന്മാർ ഈ രംഗത്തേക്ക് ഇറങ്ങുന്നതും ഈ സ്കോപ്പ് മുന്നിൽ കണ്ടിട്ടായിരിക്കും. അല്ല, ഈ റിലയൻസ് പോലുള്ള ബിഗർ പ്ലേയേഴ്സ് വരുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് അവരോട് ഇടിച്ച് നിൽക്കുന്നത്? തീർച്ചയായിട്ടും അവർ വരുന്നതിന് ഞങ്ങൾ അതിനൊരു പോസിറ്റീവ് സൈഡ് കാണുന്നുണ്ട്. റിലയൻസ് വലിയൊരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടാണ് വരുന്നത്. അല്ലാതെ ഇവിടെയുള്ള കുറച്ച് ചെറുകിട കച്ചവടക്കാരുടെ സെയിൽ ഇടിക്കാമെന്ന് വിചാരിച്ചിട്ടല്ല റിലയൻസ് വരുന്നത്. ഇതിനേക്കാൾ വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നറിയാം. ഇന്ത്യയിലിപ്പോൾ 140 കോടി ജനങ്ങളുണ്ട്. ഈ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ഡെവലപ്ഡ് കൺട്രീസുള്ള മാതിരി ഇപ്പോൾ ഇന്ത്യയിലില്ല. ടെക്നോളജി വരുന്ന മാറ്റങ്ങൾ ആൾക്ക് ഉപയോഗിച്ചില്ല. ഇപ്പോഴും പല ഉൽപ്പന്നങ്ങളും ജനത്തിൻ്റെ ആസ്പിറേഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് എത്തിക്കാൻ റിലയൻസിനെ പോലെ ഒരു ടീമിന് കഴിയും. അത് ചെറുകിട കച്ചവടക്കാർക്ക് ത്രെട്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ഈ ഷോർട്ട് പീരീഡിൽ ത്രെട്ടായിട്ട് തോന്നിയാലും ലോങ്ങർ പീരീഡിൽ ഇതിൻ്റെ നീഡ് വർദ്ധിക്കുന്നതനുസരിച്ച് ദർ ഇസ് എ സ്കോപ്പ്, ദർ ഇസ് എ ഗ്യാപ്പ് ഫോർ എവരി വൺ. അത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ. അല്ല ശ്രീരാജ്, നിങ്ങൾ റിലയൻസിൻ്റെ ഇപ്പം പുതിയ ഷോപ്പുകൾ തുടങ്ങുക എന്ന് പറയുന്ന ഉത്തരവാദിത്തത്തിൻ്റെ ചുമതലക്കാരൻ കൂടിയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ റീറ്റെയിൽ സാധ്യതകളെക്കുറിച്ച് നിങ്ങളുടെ ഒരു സ്റ്റഡി എന്താണ്? കേരളം അതിൻ്റെ ഒരു സാച്ചുറേഷൻ പീരീഡിൽ എത്തിയിട്ടുണ്ടോ, അതോ ഇനിയും നേരത്തെ ശ്രീ പീറ്റർ പോൾ പറഞ്ഞതുപോലെ വിശാലമായ സാധ്യതകൾ പിന്നെയും തുറന്നു കിടക്കുന്ന ഒരു സ്ഥലമായിട്ടാണോ കേരളത്തെക്കുറിച്ച് റിലയൻസ് എന്നാണ് കാണുന്നത്? കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ മാർക്കറ്റല്ല. നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് കൺസ്യൂമർ മാർക്കറ്റാണ് കേരളം. കേരളത്തിന് വളരെ അനന്തമായിട്ടുള്ള സാധ്യതയാണ് റീറ്റെയിലുള്ളത്. അത് വളരെ ചെറിയൊരു പേഴ്സൻറ്റേജ് മാത്രമാണ് ഇപ്പോഴും ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ നമ്മളെപ്പോലുള്ള എല്ലാ കമ്പനികളും വളരെയധികം പുതിയ പുതിയ ഫോർമാറ്റ്സായിട്ടും പുതിയ പുതിയ ബിസിനസ് മോഡൽസായിട്ടും നമ്മൾ ഇനിയും വളരെയധികം നമ്മൾ കേരളത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. നമുക്ക് ഇനിയും വളരെയധികം ഓപ്പർച്യൂണിറ്റി കേരളത്തിലുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കാരണം ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഒരു കസ്റ്റമർ പണ്ട് എല്ലാം കണ്ടിരുന്ന ഒരു പ്രൈസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമായിരുന്നു. സോ ഇപ്പോൾ ഇന്ത്യൻ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു പ്രൈസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ഒന്ന് മാറി. ഈ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് പ്രൈസിനേക്കാൾ ഉപരി ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും കസ്റ്റമർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് അപ്പോൾ കസ്റ്റമേഴ്സ് നമ്മൾ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡുകൾ കൂടുന്നു. സോ അങ്ങനെയുള്ളത് കാരണം വളരെയധികം ഓപ്പർച്യൂണിറ്റി നമുക്കിപ്പോഴും ഉണ്ട്. ഇപ്പോൾ തന്നെ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഓൺലൈൻ ബിസിനസ്, അതല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ക്വിക്ക് കോമേഴ്സ് എന്നുള്ള ബിസിനസ്, 10 മിനിറ്റിൽ അല്ലെങ്കിൽ 20 മിനിറ്റ് നമ്മൾ ഡെലിവറി കൊടുക്കുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കസ്റ്റമേഴ്സിൻ്റെ ഗ്രോയിങ് ഡിമാൻഡ് കൊണ്ടാണ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണത്. നമ്മളെ പോലെയുള്ള ഓരോ കമ്പനീസും അത് ചെയ്തു വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനകത്തൊരു കാര്യമുണ്ട്. നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യങ്ങൾ മാറുകയാണ്. വില എത്രയാ എന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തുമാത്രം ഉണ്ടെന്ന് ചോദിക്കുന്നവർ, അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ ട്രസ്റ്റ് എന്തുമാത്രം ഉണ്ട്, ബ്രാൻഡ് എന്തുമാത്രം കാലമായി നിൽക്കുന്ന ബ്രാൻഡാണ്, എന്തുമാത്രം പുതുമകളെ കൊണ്ടുവരുന്ന ബ്രാൻഡ്, ഇതൊക്കെ ആളുകളുടെ ഒരു പരിഗണനാ വിഷയമായിരിക്കാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, കസ്റ്റമേഴ്സിനെ നിങ്ങൾ അടുപ്പിക്കുന്നതിന് കേവലമായ റീസണബിൾ പ്രൈസ് ഓർ ഹെൽത്തി പ്രൈസ് ഓർ വില കുറവ് എന്നതിനേക്കാൾ ഉപരിയായി പുതിയ റീറ്റെയിൽ കാലത്ത് എന്തൊക്കെ തരം സ്ട്രാറ്റജീസ് വേണ്ടി വരുന്നുണ്ട്? ഷോപ്പിൻ്റെ ഒരു മോഡി, അതിൻ്റെ ലൊക്കേഷൻ, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഇവൻറ്റ്സ് ആൻഡ് ബ്രാൻഡിങ് പരിപാടികൾ, ഇമാതിരി എന്തൊക്കെ കളികൾ കളിച്ചാലാണ് ഈ കസ്റ്റമേഴ്സിനെ നിലനിർത്താൻ പറ്റുക? കേവലം വില ഓഫർ എന്നതിനപ്പുറം അത് ചോദിക്കാൻ. നമ്മൾക്ക് ഞാൻ പറഞ്ഞതുപോലെ കസ്റ്റമറിനൊരു സ്റ്റോറിൽ വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ് ആവശ്യം. സോ ഇപ്പോൾ ഒരു ഹോം തിയേറ്റർ ഒരു കസ്റ്റമർ എടുക്കാൻ വരുന്നു, അദ്ദേഹത്തിനൊരു ഹോം തിയേറ്റർ ഒരു സ്റ്റോറിൻ്റെ അകത്ത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സെപ്പറേറ്റ് നമ്മൾ റൂം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ ആ ഒരു കസ്റ്റമറിൻ്റെ നമ്മൾ ആ
ഹോം തിയേറ്ററിനോട് ചില ആൾക്കാർ ഇപ്പോൾ അത് പ്ലാൻ ചെയ്ത് തന്നെ ആയിരിക്കണം അല്ല വന്നിരിക്കണത്. പക്ഷേ ഈ റൂമിൻ്റെ അകത്ത് കയറി ഈ ഹോം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു PS2 എടുക്കാൻ വന്നിരിക്കും, അപ്പോൾ പ്ലേ സ്റ്റേഷൻ എടുക്കാൻ വന്നാൽ ഒരു ഗെയിമിംഗ് കൺസോൾ, ഒരു ഗെയിമിംഗ് അറീന തന്നെ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഇത് പ്ലാൻ ചെയ്യാത്ത ആൾക്കാർക്ക് വരെയും ഇതിനോട് താല്പര്യം തോന്നുകയും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇതും വരികയാണ്. മേക്കപ്പ് സ്റ്റുഡിയോ ഒക്കെ അതെ അതെ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വളരെയധികം ഇപ്പോൾ ഫാഷൻ റീറ്റെയിലേഴ്സിന് അല്ലെങ്കിൽ ബ്യൂട്ടി റീറ്റെയിലേഴ്സിൻ്റെ ഇപ്പോൾ പണ്ട് നമ്മളൊരു കടകളിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ലിപ്സ്റ്റിക്ക് എടുക്കുക എന്നുള്ളതായിരുന്നു ചെയ്തിരുന്നത്. ബട്ട് ഇപ്പോൾ അത് നമ്മളുടെ സ്കിൻ ടോണിന് വേണ്ടി ഏത് ലിപ്സ്റ്റിക്ക് വേണം, അതിൻ്റെ ഷെയ്ഡ് ഏതാണ്, നമ്മളുടെ സ്കിൻ ടോണിന് വേണ്ടിയിട്ടുള്ള ഏതെല്ലാം മേക്കപ്പ് ഐറ്റംസ് വേണം എന്നുള്ളത് നമുക്ക് അവിടെ വെച്ച് തന്നെ ഫീഡ്ബാക്ക് ആണ്. ഇപ്പോൾ ബ്യൂട്ടി ആർട്ടിസ്റ്റ് വരെ നമ്മുടെ ഓരോ സ്റ്റോറുകളിലുണ്ട്. സോ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ, അതാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കേണ്ടത്. അതാണ് ആ ഒരു കസ്റ്റമറിന് ഇങ്ങനെ ഇപ്പോൾ റാദർ ദാൻ എ പോയിന്റ് ഓഫ് സെയിൽ, ഒരു പോയിന്റ് ഓഫ് ഡിസ്കവറി എന്ന് നമുക്ക് പറയാം. സ്റ്റോർ ഷുഡ് ബി എ പോയിന്റ് ഓഫ് ഡിസ്കവറി. അല്ല, അപ്പോൾ അതുകൊണ്ട് ഈ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്ന ത്രെട്ടിനെ അങ്ങനെ മറികടക്കുന്നുണ്ട്. ഇപ്പോൾ ഫിസിക്കൽ സ്റ്റോറുകൾ ഓൺലൈൻ ബിസിനസ്സുമായിട്ട് ആരംഭിച്ചിട്ട് പിന്നീട് ഫിസിക്കൽ സ്റ്റോറുകളിലേക്ക് വന്നിട്ടുള്ള കുറേ ബ്രാൻഡുകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ ലെൻസ് കാർട്ടിൻ്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പം ഓൺലൈൻ കൊണ്ട് തൃപ്തിപ്പെടാതെ ഫിസിക്കൽ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നു ആളുകൾ. അതുകൊണ്ട് സ്റ്റോർ തുറക്കാൻ പുതിയ ബ്രാൻഡുകൾ നിർബന്ധിതമാകുന്നു. ഈ പറഞ്ഞ പോലത്തെ എക്സ്പീരിയൻസ് ചെയ്യുക, ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ്. അപ്പോൾ ആ സംഗതി അവിടെ ഉള്ളിടത്തോളം കാലം ഓൺലൈൻ ഇതിനെല്ലാം ഓവർലാപ്പ് ചെയ്യില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ല, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. ഒരു ഓംനി ചാനൽ രീതിയിൽ നമ്മൾ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ് ഇന്നത്തെ കാലത്ത് കാര്യമുള്ളൂ. ഓൺലൈൻ പ്രസൻസിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ടച്ച് ആൻഡ് ഫീൽ, വളരെ വിഭാഗം ആൾക്കാരും ഈ ടച്ച് ആൻഡ് ഫീൽ എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ചിലവർക്ക് അരി വെറുതെ നമ്മളൊന്ന് ടച്ച് ചെയ്ത് നോക്കണം, എങ്കിലാണ് അരി മേടിക്കാനായിട്ടുള്ളത് പറ്റുള്ളൂ. സോ ഇപ്പോൾ ഒരു അപ്പാരൽ കടകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് സാരി എടുക്കണമെങ്കിൽ സാരി നമ്മൾ ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. സോ അങ്ങനെയുള്ള ഈ ഓംനി ചാനൽ ഇതിൽ വന്നിട്ട് നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളുടെ ഇനിയിപ്പോഴുള്ള ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോൾ വളരെയധികം റീറ്റെയിലേഴ്സ് ഇപ്പോൾ ഓൺലൈൻ നമുക്ക് ബില്ല് ചെയ്ത് പിക്കപ്പ് ഫ്രം ദ സ്റ്റോർ സോ ബിൽ ഓൺലൈൻ പിക്കപ്പ് ഫ്രം ദ സ്റ്റോർ എന്നുള്ള കോൺസെപ്റ്റിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അതെല്ലാം ഇതിനോട് അനുബന്ധിച്ച് നമ്മൾ കാണുന്ന മാറ്റങ്ങളാണ്. ഓക്കെ മെഹബൂബ്, ഈ നേരിട്ട് റീറ്റെയിൽ ചെയ്യുന്നില്ലെങ്കിൽ കൂടി റീറ്റെയിലിന് ആവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ള പണി കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. മാളുകൾ തുടങ്ങുന്നു. കോഴിക്കോട്ട് മാൾ തുടങ്ങിയപ്പോൾ കല്ലേറുണ്ടായ കഥ അന്ന് പറഞ്ഞു. അന്ന് പക്ഷേ ഭയങ്കരമായ ഭയപ്പാടുണ്ടായിരുന്നു. വലിയ മാളുകൾ വരുന്നു, എല്ലാം മാളുകൾ കൈയടക്കാൻ പോകുന്നു, ഗോപാലേട്ടൻ്റെ പലചരക്ക് കട ഇനി ഒരു സ്വപ്നമായിരിക്കും, അത് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്നാലും മാളുകളും അതിജീവിക്കുന്നു, ചെറിയ കടകളും അതിജീവിക്കുന്നു. ആ ഒരു ചേഞ്ചസിനെ അല്ലെങ്കിൽ ആ കോ എക്സിസ്റ്റൻസിനെ എങ്ങനെയാണ് കാണുന്നത്? നമ്മളിപ്പം എല്ലാ മെച്യൂർഡ് മാർക്കറ്റിലും മാളുകൾ വരുന്നുണ്ട്. ഇപ്പം നേരത്തെ തുടങ്ങിയ US, യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും ഇന്ത്യയിലെ വലിയ സിറ്റികളിലാണെങ്കിലും എല്ലായിടത്തും പുതിയ പുതിയ മാളുകൾ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ ഹൈ സ്ട്രീറ്റ് സ്റ്റോഴ്സും ചെറിയ സ്റ്റോഴ്സും എല്ലാ സ്റ്റോറും കോ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളെപ്പോലത്തെ ഒരു വലിയ രാജ്യത്തിന് എല്ലാവർക്കും സ്പേസ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ടുപേരും പറഞ്ഞു, എല്ലാവർക്കുമുള്ള സ്പേസ് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലുണ്ട്. ഇപ്പോൾ ഓരോ സെക്ടർ, നമ്മളിപ്പോൾ കേരളത്തിലെ ഇതെടുക്കുകയാണെങ്കിൽ ചില സെഗ്മെൻറ്റിൽ ഓർഗനൈസ്ഡ് റീറ്റെയിൽ, ഇപ്പോൾ നാഷണൽ ലെവൽ പ്ലെയേഴ്സ്, വാല്യൂ ഫാഷൻ, ഇപ്പോൾ മാക്സ്, ട്രെൻഡ്സ്, സുഡിയോ പോലത്തെ ബ്രാൻഡ്സ് കേരളത്തിൽ ഒന്നായിട്ട് നല്ല രീതിയിൽ കാച്ചപ്പ് ചെയ്തു, നല്ലൊരു സെയിലുണ്ടാക്കി. പക്ഷെ അത് ഒപ്പം തന്നെ ഇപ്പം പീറ്റർ പോൾ നേരത്തെ പറഞ്ഞു, പിട്ടാപ്പള്ളി അവരെ സെഗ്മെൻറ്റ് CDET, കൺസ്യൂമർ ഗുഡ്സ് ആണെങ്കിലും മറ്റേ ഇലക്ട്രോണിക്സ് ആണെങ്കിലും എല്ലാ സെഗ്മെൻറ്റിലും ഇപ്പോൾ ഇന്ന് കേരളത്തിൽ ഏറ്റവും ലീഡിങ് ചെയ്യുന്നത് എല്ലാം ഹോം ഗ്രോൺ കേരളത്തിലെ കമ്പനീസാണ്. ജ്വല്ലറി കേരളത്തിലെ കമ്പനീസാണ്. ഹൈപ്പർ മാർക്കറ്റ് കേരള കമ്പനീസ് നല്ലൊരു ലെവലിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതേസമയം ചില സെഗ്മെൻറ്റിൽ നാഷണൽ ലെവൽ പ്ലെയേഴ്സിന് അതിൻ്റേതായ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ എങ്ങനെ ബിസിനസ്സിനെ കാണുന്നു, എങ്ങനെ അതിൻ്റെ ഗ്രോത്തും അല്ലെങ്കിൽ അതിൻ്റെ ചേഞ്ചസും അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നിലനിൽക്കാൻ സാധിക്കുന്നത്. ആരൊക്കെ ഇപ്പോഴത്തെ കസ്റ്റമേഴ്സിൻ്റെ നീഡ് അനുസരിച്ച്, ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ജെൻസി
അല്ലെങ്കിൽ യങ് ജനറേഷന് വേണ്ട രീതിയിൽ സ്റ്റൈലിലും എക്സ്പീരിയൻസും മറ്റും കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ഷോപ്പിനെയും മറ്റും മാറ്റാൻ നിങ്ങൾക്ക് പറ്റിയോ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതല്ല ഞാൻ 50 വർഷമായിട്ട് ഇന്ന രീതിയിലാണോ കച്ചവടം ചെയ്തത്, ഞാൻ അതിലേ കച്ചവടം ചെയ്യൂ എന്ന് വിചാരിച്ചാൽ ചിലപ്പം പുതിയ ജനറേഷനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ചിട്ടുള്ള സംവിധാനത്തിൽ അത് മാച്ച് ആവില്ല. അപ്പോൾ ആരൊക്കെ മാറാൻ തയ്യാറായോ, ആരൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ, മാറ്റത്തിനേക്കാളേറെ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, അവരൊക്കെ നിലനിന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നാഷണൽ ആണെങ്കിലും ഇൻ്റർനാഷണൽ ആണെങ്കിലും ലോക്കൽ ആണെങ്കിലും എല്ലാം നിലനിന്നിട്ടുണ്ട്. അതങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഞാൻ ഈ മാളുകൾക്കായിട്ട് ബന്ധപ്പെട്ട ഒരാൾ നില കൂടി ചോദിക്കുകയാണ്. മാറ്റം എന്ന് പറയുമ്പം നേരത്തെ നിങ്ങൾ എല്ലാവരും പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക. ഒരു ഷോപ്പ് ചെയ്യാൻ വരുന്ന ആൾക്ക് കേവലം ഒരു സാധനം വില പറഞ്ഞ് വാങ്ങിക്കുക മാത്രമല്ല, ബെറ്റർ എക്സ്പീരിയൻസ് ആൻഡ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് മാളുകളുടെ കാര്യം പറയുമ്പോൾ അവിടെ അത് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനകത്ത് നമുക്ക് സാധനം വാങ്ങിക്കാം, പ്ലേ ഏരിയ ഉണ്ട്, അവിടെ വർക്ക്ഷോപ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പെർഫോമൻസുകൾ ഉണ്ടാവും, ഫുഡ് കോർട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഈ എക്സ്പീരിയൻസ് മേക്കിംഗ് എന്ന് പറയുന്ന പരിപാടിക്കകത്ത് ഇവർ കേവലം സാധനം വാങ്ങിക്കലും മാത്രമല്ലാതെ അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഈ പുതിയ കാലത്ത്? അത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? ഇപ്പോൾ മാളുകളിൽ ആൾ വരുന്നത് യഥാർത്ഥത്തിൽ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അക്രോസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും വലിയൊരു സോഷ്യൽ സ്പേസാണ് മാൾസ്. നിങ്ങൾ മാളിൽ വരുന്നത് എൻ്റർടൈൻമെൻറ്റ്, ഫുഡ്, പർച്ചേസ്, ഗെയിമിംഗ്, പിന്നെ ഒരു സോഷ്യൽ ഹബ്ബ്. ഇപ്പം നാട്ടിൽ നമുക്ക് നമ്മളെ ഫ്രണ്ട്സിനെയും ആളുകളെയും ഒക്കെ കാണാനും എല്ലാം കൂടെ ഉള്ള ഒരു ടോട്ടൽ പാക്കേജ് ആയിട്ടാണ് ആളുകൾ മാളിനെ കാണുന്നത്. അല്ലാതെ ഇതല്ല. ഇപ്പം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയൊക്കെ വെച്ചിട്ട് ഈ ഓപ്പൺ സ്പേസസ്, പാർക്സ് അതെല്ലാം നമുക്ക് കുറഞ്ഞു വരികയാണ്. ഉള്ള സ്ഥലത്ത് തന്നെ ഈ എക്സ്ട്രീം ഹീറ്റ് അല്ലെങ്കിൽ മഴ പലപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവും കൂടി ആയിട്ടാണ് പലപ്പോഴും മാളിനൊരു ഹാങ് ഔട്ട് സ്പേസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ, മാൾ ഡിസൈൻ ചെയ്യുമ്പോഴും അതിൽ സൗകര്യങ്ങൾ ചെയ്യുമ്പോഴും ആരും വരട്ടെ, സാധനം വാങ്ങുന്ന ആൾ അല്ലെങ്കിൽ അവിടെ പർച്ചേസ് ചെയ്ത് എന്തെങ്കിലും കാശ് കിട്ടുന്ന ആളെന്നല്ല, ആർക്കും വെൽക്കമിങ് ആയിട്ടുള്ള, പർച്ചേസ് ചെയ്യുന്ന ആളാണെങ്കിലും പർച്ചേസ് ചെയ്യാത്ത ആളാണെങ്കിലും എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് മാൾ ഡിസൈൻ ചെയ്യുന്നത്. മാളിൻ്റെ ഇപ്പോഴത്തെ ഓരോ കാലത്ത് ഇപ്പം ഞങ്ങൾ കാലിക്കറ്റിൽ ഫോക്കസ് മാൾ തുടങ്ങിയ സമയത്ത് നിന്ന് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഇതിൻ്റെ കോൺഫിഗറേഷൻ മാറുന്നുണ്ട്. ഇപ്പോൾ ഒരു 50% സ്പേസ് പോകുന്നത് ഫുഡ്, എൻ്റർടൈൻമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കാണ്. അപ്പോൾ അതിനനുസരിച്ചർത്ഥം ആളുകൾ ഇത്തരം കാര്യങ്ങളെ മാളിനെ ആശ്രയിക്കുന്നത് കൂടി. അതോടൊപ്പം പർച്ചേസും നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നടക്കുന്ന ഒരു സോഷ്യൽ സ്പേസ് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മാളിൻ്റെ റെലവൻസ്. ഓക്കെ, മിസ്റ്റർ പീറ്റർ പോൾ, ഇപ്പം ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് വെല്ലുവിളി. ആളുകൾക്ക് പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഷോപ്പുകളുണ്ട്, ഓൺലൈൻ ഓപ്ഷൻസ് ഉണ്ട്, ഇതൊക്കെയും ഉണ്ടായിരിക്കും. ആളുകളെ നമ്മുടെ ഷോപ്പിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കുറേ ഫാക്ടേഴ്സ് ഉണ്ടോ? ഇപ്പോൾ ഷോപ്പിലോട്ടുള്ള ആക്സസ് ഒരു പ്രധാന ഘടകമായിരിക്കാം, അല്ലെങ്കിൽ വളരെ ക്വിക്ക് ഡെലിവറി ഒരു ഘടകമായിരിക്കും. ഇപ്പോൾ ഒരു നേരത്തെ ശ്രീരാജ് പറഞ്ഞ പോലെ ക്വിക്ക് ഡെലിവറി ഇപ്പോൾ ഭയങ്കര സംഗതിയാണ്. ഇപ്പം 10 minutes ഡെലിവറി എന്നൊരു ഏർപ്പാട് കൊണ്ടുവന്നിട്ട് ഗവൺമെൻറ് ഇടപെടേണ്ടി വന്നു, അതുണ്ടാക്കിയ അപകടങ്ങൾ കാരണം. സോ ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന എന്തൊക്കെ അഡീഷണൽ സംഗതികൾ, ആക്സസ്, ലൊക്കേഷൻ ആൻഡ് അതിൻ്റെ ആംബിയൻസ് പോലെയുള്ള സംഗതികൾ നിങ്ങൾ എന്തുമാത്രം പുതുതായി ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ കാലത്ത്, ഈ പുതിയ വെല്ലുവിളികൾ അഡാപ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞോട് ചോദിച്ചാണ്? തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോൾ നേരത്തെ മെഹബൂബ് പറഞ്ഞ മാതിരി മാള് കസ്റ്റമറുടെ ഒരു ഹാങ് ഔട്ട് പ്ലേസായി. മാളുകളിലേക്ക് ആളുകൾ കൂടും. അപ്പം ഞങ്ങൾ അതിനെ കൗണ്ടർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതിന് കസ്റ്റമറുടെ അടുത്തേക്ക് ഞങ്ങളെങ്ങനെ എത്താൻ പറ്റുന്നുള്ള. അപ്പോൾ റൂറൽ മാർക്കറ്റിലേക്ക്, ബി ക്ലാസ്, സി ക്ലാസ് ടൗണുകളിലേക്ക്, ഇപ്പോൾ കേരളത്തിൽ 85 ഷോറൂം, 72 ഷോപ്പ് ലൊക്കേഷനിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയും പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ, ഇപ്പോൾ പല മുനിസിപ്പാലിറ്റികളും പഞ്ചായത്ത് ചെറിയ ടൗണുകളിൽ വരെ ഞങ്ങൾ പിട്ടാപ്പിള്ളിയുടെ ഒരു സ്റ്റോർ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് ആ നിയർ ബൈ ഷോപ്പിൽ വന്നാൽ അത് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കേരളത്തിലെ എല്ലാ ഷോറൂമുകളിലും ഉള്ള എല്ലാ ലൊക്കേഷനും ഡെലിവറി ചെയ്യാൻ ഞങ്ങൾക്ക് എളുപ്പം. കസ്റ്റമർക്കുടെ അടുത്തേക്ക് പിട്ടാപ്പിളി ചെല്ലുക. അപ്പോൾ അവർക്ക് ഒരു സിറ്റിയിൽ പോയി ഒരു പ്രോഡക്റ്റ് കാണുന്നതിനേക്കാൾ എളുപ്പത്തിൽ നിയർ ബൈ പിട്ടാപ്പിളിയുടെ ഷോപ്പ് ഇവിടെ വന്നിട്ടുണ്ട്, അവിടെ പോയി നോക്കാം. അപ്പോൾ ആ എക്സ്പീരിയൻസ് കൊടുക്കാനും ആ കൺവീൻസ് കൊടുക്കാനും നോക്കുക. ഈ ഓൺലൈനിലേക്ക് ആളുകൾ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പരിധി പ്രൈസിലായിരുന്നു ഒരു കാലത്ത്. ഇന്നിപ്പോൾ അത് കൺവീനിയൻസിന് വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങളൊരു ഓൺലൈൻ ഓപ്ഷൻ കൂടെ കൊടുത്തു. ദോസ് വാണ്ട് ടു ബൈ, കൺവീനിയൻസിന് വേണ്ടി വാങ്ങുന്നവർക്ക് വാങ്ങണമെന്നുള്ളവർ പിട്ടാപ്പിളി ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് നോക്കിയാൽ മതി. അവർ കണ്ട പ്രോഡക്റ്റ് കൊണ്ടു കൊടുക്കാം. എന്തെങ്കിലും സർവീസോ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് തൊട്ടടുത്ത പിട്ടാപ്പിളി ഷോപ്പിൽ ചെന്നാൽ മതി. അപ്പോൾ ഈ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കസ്റ്റമറുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലാനാണ് ഞങ്ങൾ നോക്കുക. കാരണം മാളിനെ കോമ്പീറ്റ് ചെയ്യാൻ മാളിൻ്റെ പാലിൽ ഒരു ബിൽഡിംഗ് പണിത് ഞങ്ങൾക്ക് ഷോപ്പ് തുടങ്ങാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നിയർ ലോക്കൽ ടൗണുകളിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി.
ചെറിയ ഇപ്പോൾ ഒരു കോഴിക്കോട് എടുത്തിട്ട് ഞങ്ങൾക്ക് 9 ഷോപ്പുണ്ട്, മലപ്പുറത്ത് 9 ഷോറൂമുണ്ട്. മലപ്പുറം സിറ്റിയിൽ ഒരു വലിയ ഷോപ്പ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു വലിയ ഷോപ്പ്. ട്രിവാൻഡ്രത്ത് 8 ഷോപ്പുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ബി ക്ലാസ് ടൗണുകളിലേക്ക് കൂടെ ചെന്ന് ടയർ 2 ടയർ 3 സ്റ്റോർ എന്ന് പറയുന്ന സ്റ്റോർ, അതിലേക്ക് ചെന്ന് കസ്റ്റമർക്ക് എക്സ്പീരിയൻസ് കൊടുക്കാൻ കഴിയും. അതാണ് ഒരു മെത്തേഡ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് കസ്റ്റമർക്ക്. രണ്ടാമത്തെ ഒരു സംഗതി വെച്ചാൽ ഈ ചെറിയ ടൗണിൽ ഉൾപ്പെടെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ശ്രമിക്കും. അപ്പോൾ അവർക്കൊരു എക്സ്പീരിയൻസാണ്. ഇപ്പോൾ ഒരു വലിയ സൈഡ് ബൈ സൈഡ് ടി വി ഉള്ള ഒരു ഫ്രിഡ്ജ് കാണുന്നു, അല്ലെങ്കിൽ ഒരു 75 ഇഞ്ച് ടി വിയുടെ സിനിമാ തിയേറ്ററിനകത്ത് ടി വി ഒക്കെ കാണുന്നു, നാട്ടുപുറത്തിൽ അത് ഇവിടെയുണ്ട്, നമ്മുടെ തൊട്ടടുത്ത് വിട്ടാപ്പിലോട്ടടുത്ത് പോകും. ആ ഒരു എക്സ്പീരിയൻസ് കാണിക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ് ഞങ്ങൾക്ക്. മലയാളി കസ്റ്റമേഴ്സിനെ കുറിച്ച് ചോദിക്കുന്നത്, ഇപ്പോൾ മലയാളികൾ വളരെ സാക്ഷരതയിൽ മുന്നിലുള്ള ടെക്നോളജിയെക്കുറിച്ചെല്ലാം എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവം അവകാശബോധമുള്ള കസ്റ്റമേഴ്സാണ്. അപ്പം ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മലയാളി കസ്റ്റമേഴ്സ് കുറച്ചുകൂടി അവരുടെ അവകാശബോധം, പ്രൈസ് ആൻഡ് ക്വാളിറ്റി ഇതിലെല്ലാം കൂടുതൽ ധാരണയോടെ വരുന്നവരായിരിക്കുമല്ലോ. ആ നിലയ്ക്കുള്ളൊരു ചലഞ്ച് ഉണ്ടോ അതിനകത്ത്? അല്ല, അതൊരു ഒരു പരിധിവരെ മെറിറ്റാണ്. കാരണം ഞാൻ കാണുന്നത് വെച്ചാൽ മലയാളി കസ്റ്റമേഴ്സ് പഠിച്ചിട്ടാണ് വരിക. മലയാളി കസ്റ്റമേഴ്സിനെ കളിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളെപ്പോലെ ഓർത്തഡോക്സ് പ്ലേയേഴ്സിൽ ഞങ്ങൾ ജെന്യുവിൻ സെയിൽ, ജെന്യുവിൻ പ്രോഫിറ്റ്, ജെന്യുവിൻ പ്രൈസ് കൊടുക്കുമ്പോൾ ഞങ്ങൾക്കത് കൂടുതൽ ഗുണമായിട്ട് കാണാം. മറ്റ് പല സ്റ്റേറ്റുകളിലും അല്ലെങ്കിൽ പല വലിയ ആളുകളും വലിയ ഓഫറൊക്കെ കാണിച്ചു വരും, അവിടെ ചിലപ്പോൾ ആ സാധനം മാറിക്കൊടുക്കുന്നുണ്ടാവും, അവരറിയ പോലുമില്ല. കാരണം അത്രയും പഠിച്ചിട്ടല്ല കസ്റ്റമർ വരിക. ഇന്നത്തെ മലയാളി കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിച്ച് പ്രോഡക്റ്റിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ട് വരാം. അപ്പോൾ അവർക്ക് ആ ജെന്യുവിൻ പ്രോഡക്റ്റ് പിട്ടാപ്പിളി ചെന്നാൽ കിട്ടും. അല്ലെങ്കിൽ ഇതുപോലത്തെ ഷോറൂമുകൾ, ഞാൻ പിട്ടാപ്പിളി മാത്രമല്ല, റിലയൻസ് ആണെങ്കിലും ഇതുപോലെ കോമ്പറ്റേറ്റീവ് റീറ്റെയിൽ ചെയിൻ സ്റ്റോർ കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടോ, സർവൈവ് ചെയ്യുന്നവരെല്ലാം ഈ എക്സ്പീരിയൻസ് കസ്റ്റമർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ക്വാളിറ്റി പ്രോഡക്റ്റ്, ക്വാളിറ്റി പ്രൈസ്, ജെന്യുവിൻ സർവീസ്. ഞങ്ങളുടെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ഞങ്ങൾ നോക്കുന്നത് വെച്ചാൽ കസ്റ്റമർക്ക് ആ ഉൽപ്പന്നം വാങ്ങിയാൽ അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഞങ്ങൾ പെയിൻ എടുക്കുന്നുണ്ട്. അത് വാങ്ങിച്ചു കഴിയുമ്പോൾ ഞങ്ങളുടെ ജോലി തീരണില്ല. ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിനാണ് വീണ്ടും കസ്റ്റമറെ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ സംതൃപ്തരായ കസ്റ്റമറെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടീമിന് കൊടുക്കുന്ന ഏറ്റവും ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള. പക്ഷേ മെഹബൂബ്, നമ്മളിനി കാണാൻ പോകുന്ന ഒരു സംഗതി, ഇപ്പം നേരത്തെ ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ കോഴിക്കോട് പോകണം, അല്ലെങ്കിൽ എറണാകുളത്ത് പോകണം, കോട്ടയത്ത് പോകണം എന്നൊക്കെയാണ്. ഇപ്പം അങ്ങനെയല്ല, കുറച്ചുകൂടി ഹൈപ്പർ ലോക്കൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രാൻഡ് എല്ലായിടത്തും അവൈലബിൾ ആണ്, ഷോപ്പ് അവൈലബിൾ ആണ് എന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞു. ആ ഷോപ്പ് തന്നെയും സാധാരണ ഷോപ്പുകളല്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്പേസായി മാറുകയാണ്. റിലയൻസിനെ പോലുള്ള വൻകിട കോർപ്പറേറ്റുകളും വരാൻ പോകുന്നത് ഹൈപ്പർ ലോക്കൽ യൂണിറ്റുകളുമായിട്ടാണ്. നമ്മളിനി കാണാൻ പോകുന്നത് കേരളം ആ കാര്യത്തിലൊരു നഗരം പോലെയാകാൻ പോകുന്നു. വലിയ തോതിൽ കസ്റ്റമർക്ക് എക്സ്പീരിയൻസ് സാധ്യമാകുന്ന വലിയ സ്പേസുകൾ കേരളത്തിൻ്റെ ചെറിയ ചെറിയ അങ്ങാടികൾ, ടൗണുകളിൽ വരാൻ പോവുകയാണോ? എന്താണ് അങ്ങനത്തെ അതിനെക്കുറിച്ച് കാഴ്ചപ്പാടെന്താണ്? കേരളം ഇപ്പോൾ തന്നെ നമുക്കൊരു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ടൗണാണ്. ഇപ്പം നമുക്ക് സിറ്റി എന്ന് പറയാൻ കേരളത്തിലൊന്നുമില്ല. എറണാകുളവും ട്രിവാൻഡ്രവും കോഴിക്കോടും അടക്കം സിറ്റി എന്ന് പറയാനുള്ള അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റി ഇല്ല. ഇടുക്കിയിലും വയനാട്ടിലും കുറച്ച് ഏരിയ ഒഴിച്ചാൽ ബാക്കി കേരളം മുഴുവനും വലിയൊരു ടൗണാണ്. അപ്പോൾ അതിലൊരു ഡിസ്ട്രിബ്യൂട്ടഡ് പോപ്പുലേഷനാണ് നമുക്കുള്ളത്. ഇപ്പം ഈ 2026 പോപ്പുലേഷൻ ഫിഗേഴ്സ് വന്നാൽ തന്നെ കേരളത്തിലൊരു 60-65% ആളുകൾ അർബൻ ആയി മാറും. ആക്ച്വൽ എടുത്താൽ ഒന്നും കൂടി ഒരു 70-75 നമ്മൾ വളരെ പെട്ടെന്ന് എത്തും. അപ്പോൾ നമ്മുടെ ഒരു വലിയ പട്ടണം എന്നുള്ള നിലക്ക് എല്ലാ 10 കിലോമീറ്റർ അല്ലെങ്കിൽ 20 കിലോമീറ്ററിലും ഇത്തരം ഷോപ്സും കാര്യങ്ങളും വന്നാലും തീർച്ചയായിട്ടും അത് സർവൈവ് ചെയ്ത് പോകുന്ന ഒരവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ മാള് പ്ലാൻ ചെയ്യുമ്പോൾ നേരത്തെയുള്ള വലിയ സൈസല്ല ഇപ്പോൾ നോക്കുന്നത്. ഒരു 2 to 3 lakhs സ്പേസുള്ള നിയർ ബൈ എല്ലാ തുടക്കത്തിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒന്നോ അല്ലെങ്കിൽ 1-2 സ്ഥലങ്ങൾ, പിന്നീട് അതിൻ്റെ ഗ്രോത്ത് പോകുന്നതിനനുസരിച്ച് ഗ്രോത്ത് വരിക എന്ന് പറഞ്ഞാൽ പെർ ക്യാപിറ്റ ഇൻകത്തിൽ കാര്യമായ ഒരു വലിയൊരു ജമ്പ് ഇപ്പോഴും നമുക്ക് ഉണ്ടായിട്ടില്ല. നമുക്ക് പെർ ക്യാപിറ്റ ഇൻകത്തിൽ ഒരു ജമ്പും കൂടെ വന്നാൽ നമ്മളെ കൺസംഷൻ അല്ല പാറ്റേൺ ഒന്നും കൂടെ മാറും, കൺസംഷൻ മൊത്തത്തിൽ കൂടും. അത് വരുമ്പോഴത്തേക്ക് കേരളത്തിൽ എല്ലാം ഈ ഒരു വലിയ ടൗണ് എന്നുള്ള രീതിയിൽ എല്ലായിടത്തും എല്ലാം കിട്ടുന്നൊരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പം നമ്മളൊക്കെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണെങ്കിലും മറ്റതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അത് കണ്ടിട്ട് തന്നെയാണ്, മുന്നിൽ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ ശ്രീരാജ്, ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യണം. നമ്മുടെ മൊത്തത്തിലൊരു റൺ ഓർഡർ കുറച്ച് സങ്കീർണ്ണമാണ്. അതുകൊണ്ടാണ് ഈ റിലയൻസിൻ്റെ പ്രതിനിധി നിലയ്ക്ക് ഞാൻ ചോദിക്കാൻ. റിലയൻസിനെ പോലെ ഒരു വലിയ കമ്പനി കേരളത്തിലേക്ക് വരികയും കേരളത്തിൽ ഏതാണ്ട് എല്ലായിടത്തും അവരുടെ യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. വലിയ ടേക്ക് ഓവറുകളൊക്കെ നടക്കുന്നു. ഇപ്പം നമുക്ക് പരിചയമുള്ള പല ബ്രാൻഡുകളുടെ ഉടമ സത്യത്തിൽ റിലയൻസാണ്. അപ്പം നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? നിങ്ങളുടെ ഒരു വരവ് ലോക്കൽ പ്ലെയേഴ്സിനെ ഭയങ്കരമായി എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? അതോ ഇപ്പോഴും ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ അവരുമായിട്ട് നിങ്ങൾ നിലനിർത്തുകയാണോ? എന്താണ് അതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്?
നമ്മളെപ്പോലുള്ള ഓർഗനൈസ്ഡ് റീറ്റെയിലേഴ്സ് വരുമ്പോൾ അപ്പോൾ നേരത്തെ സാറും പറഞ്ഞിരുന്നു, ഇവിടെ ഒരു ചെറിയ ഒരു ഭാഗം ആൾക്കാർക്ക് നേരത്തെ ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു നമ്മൾ ഒരു ത്രെറ്റായിരിക്കും എന്നുള്ളത്. പക്ഷേ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അത് കാലത്തിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ കൺസ്യൂമറിൻ്റെ രീതിയിലാണെങ്കിലും നമ്മുടെ ബിസിനസ് ലീഡർഷിപ്പിൻ്റെ രീതിയിലാണെങ്കിലും ചേഞ്ചസ് ഇന്നെവിറ്റബിൾ. അത് നമ്മൾ കാലത്തിൻ്റെതായി അതിൻ്റെ രീതിയിൽ നമ്മൾ മുന്നോട്ട് നമ്മുടെ ബിസിനസ്സിനെ കൊണ്ടുപോവുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് റീറ്റെയിലറിൻ്റെ ഒപ്പം തന്നെ ലോക്കൽ റീറ്റെയിലേഴ്സും, ഇപ്പോൾ സാറെല്ലാം അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ്. ഇപ്പോൾ കേരളത്തിൽ ഉള്ള ഇത്രയും വലിയൊരു ലെഗസി ഉള്ളൊരു ബ്രാൻഡ് ഉണ്ടായിട്ടും ഇതുപോലെ ജയൻസിൻ്റെ ഒപ്പം തന്നെ സാറ് നിൽക്കുന്നുണ്ട്. സോ ഇതുപോലെ നമ്മൾ ഇപ്പോഴത്തെ പുതിയ ഓൺടർപ്രണേഴ്സും അങ്ങനെ തന്നെ വളരെ ഇന്നോവേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ ഹൈപ്പർ ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ കൾച്ചറലി റൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. കാരണം ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴുള്ള കൺസ്യൂമേഴ്സും അത് കൂടുതൽ കണക്റ്റ് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ മലയാളം സിനിമ ഡയലോഗുകൾ എഴുതി വെച്ചിട്ട് നീ പോ മോനെ ദിനേശ എന്ന് എഴുതി വെച്ചിട്ടുള്ള ഡയലോഗ് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ മുമ്പിൽ ഇരിക്കാനും അവിടെ ഇരുന്ന് ഒരു ഫോട്ടോ എടുക്കാനും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനായിട്ടും അതാണ് നമ്മളുടെ ഇപ്പോഴുള്ളൊരു ജനറേഷൻ്റെയും വരുന്നത്. സോ അങ്ങനെ നമ്മൾ കണക്റ്റഡ് ആക്കുവാണ്. സോ ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ച് കാലത്തിൻ്റേതായിട്ടുള്ള മാറ്റം ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാം കോഎക്സിസ്റ്റ് ചെയ്യും. ആരും ഒരു ത്രെറ്റല്ല. എല്ലാവരും ഒരേ രീതിയിൽ കോഎക്സിസ്റ്റ് പോകുന്നതാണ്.